അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നോക്കാം. ചെക്ക് വെദർ dy by dx is equal to xy² minus cos x sin x divided by y into 1 minus x square is an exact differential equation. അപ്പോൾ നമുക്കിതിൻ്റെ മെത്തേഡ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏകദേശം 3 മാർക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എഴുതാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? xy² മൈനസ് cos x sin x dx മൈനസ് y into 1 minus x square into dy is equal to 0. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഈ രീതിയിലൊന്ന് മാറ്റി എഴുതാം. ഇനി ഇതിൽ എം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഈ ഫോം എന്നുള്ളത് ശ്രദ്ധിക്കാം. എം ഡി എക്സ് മൈനസ് എൻ ഡി വൈ ഇസ് ഈക്വൽ ടു 0. ഈ ഫോമിലാണ് ഇപ്പോൾ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെങ്കിൽ, ഇത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ അത് ഫോളോ ചെയ്യണം. എന്താണ് ആ കണ്ടീഷൻ? ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്താണ് എം, എന്താണ് എൻ എന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇവിടെ തന്നിട്ടുള്ളതിൽ എം എന്ന് പറയുന്നത് xy² മൈനസ് cos x sin x അല്ലേ? അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്താണെന്ന് നോക്കാം. ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അല്ലേ? അതായത് ഈ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ ഫസ്റ്റ് ടേം നോക്കാം. xy², അതിലെന്താണ്? എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. y² ഡെറിവേറ്റീവ് എന്താണ്? 2y അല്ലേ? പിന്നെ അടുത്ത ടേം നോക്കാം. cos x sin x അല്ലേ? ഇവിടെ മൈനസ് cos x sin x എന്നുള്ള സെക്കൻഡ് ടേം ഉണ്ട്. അതിലൊന്നും വൈയുടെ എന്തില്ല? ടേം ഇല്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, 2xy. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xy. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡോ എൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? y ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡോ എൻ ബൈ ഡോ വൈ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡോ എൻ ബൈ ഡോ എക്സ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻസിയേഷൻ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ, ഫസ്റ്റത്തെ ടേം y ഇൻറ്റു 1 y അല്ലേ? അപ്പോൾ അതിനെന്തില്ല? ഡെറിവേറ്റീവ് ഇല്ല, കാരണം അവിടെ എക്സിൻ്റെ ടേം ഇല്ല. അടുത്തത് നോക്കിക്കേ, സെക്കൻഡ് ടേം എന്താണ്? x² y ആണ് അല്ലേ? നമ്മൾ വേണ്ട ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. y ഇൻറ്റു 1 y ഇൻറ്റു x² y അല്ലേ? അതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ടേമിൽ x² yനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയൂ? x² ഡെറിവേറ്റീവ് 2x ആണ്, പിന്നെ എന്താണ്? y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് അതേപോലെ തന്നെ എഴുതി. സോ ഇവിടെ നമുക്ക് എന്താ പറയുക? ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ്? 2xy. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും കമ്പയർ ചെയ്യുക. ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നതും ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് എ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത്ര ചെയ്താൽ തന്നെ നമുക്ക് എന്താ കിട്ടി? 3 മാർക്ക് കിട്ടി.